അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ച് റെഡിയായി നാട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ പെട്ടി. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് സന്തോഷം എക്സൈറ്റ്മെൻറ്റും കൊണ്ട് ഞാൻ കുറേ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ബസ്സിനാണ് പോകുന്നത്. കാരണം എൻ്റെ ട്രെയിൻ 8:10 ഞാൻ 4 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം സമയമുണ്ട്. നമ്മൾ ദാണ്ട ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരേന്ന് കാണാനും അടുത്ത് കാണാനും ഇന്ത്യ ഗേറ്റ് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണല്ലേ. അങ്ങനെ നമ്മൾ ബസ്സിലിരുന്നു. ഏകദേശം ഞാൻ 4:10 ബസ്സിൽ കയറിയതാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് ഒരു 6 മണി അടുപ്പിച്ചു കേട്ടോ. അത്രയും ദൂരം ഉണ്ടായിരുന്നു എൻ്റെ സ്ഥലത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഏത് വഴി കയറണം, എങ്ങനെ പോകണം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇവരെ കണ്ടപ്പോഴത്തേന് ലഗേജൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ട്രെയിനിൽ കയറാനുള്ളത്. അപ്പോൾ അവരുടെ പുറകെ വെച്ച് പിടിച്ചു. അങ്ങനെ എൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് കേട്ടോ ട്രെയിൻ വരുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം ചോദിച്ച് കണ്ട് മനസ്സിലാക്കി അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തു. സത്യം പറയല്ലോ ഗൈസ്, ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു 2 തൃശ്ശൂർ പൂരത്തിനുള്ള അത്ര ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ ആൾക്കാരൊക്കെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു നിമിഷം ഞാൻ അവിടെ നിന്ന് ആലോചിച്ച് പോയി കേട്ടോ. അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു ഫ്രൂട്ടി മേടിച്ചേ. ഇതാണെങ്കിൽ വായി വെക്കാനായിട്ട് കൊള്ളില്ല. അപ്പോൾ അടുത്ത വീഡിയോ നെക്സ്റ്റ് പാർട്ടി കാണാം കേട്ടോ.